ഹായ്, ഐ എം അശ്വതി. ഐ എം ആൻ ACC ആസ്പിരൻറ്റ്. ഇന്നലെ ഞാൻ എൻ്റെ ACCA ജേർണീനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. പാർട്ട് 3 ആണ് കേട്ടോ. അതിൽ വന്ന കുറച്ച് കമൻസിന് റിപ്ലൈ കൊടുക്കുക എന്ന പോലെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഷുഡ് നോ റൈറ്റ് നൗ. എന്താ വെച്ചാൽ ഒരുപാട് പേര് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിലാവും നിൽക്കുന്നുണ്ടാവുക. സോ ഐ തിങ്ക് ദിസ് ഷുഡ് ബി ഡൺ ഫസ്റ്റ്. I think you can see me. I will read this comment to you. Hey ചേച്ചി, ഞാൻ കറൻ്റ്ലി +2 എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ്, കോമേഴ്സ് വിത്ത് CA. ഐ റിയലി wanted to enjoy college life. +1 +2 ശരിക്കും വേസ്റ്റ് ആയിരുന്നു. സോ ഐ വോണ്ട് ഹാവ് സം വർത്തി കോളേജ് ലൈഫ് ആൻഡ് കേരളത്തിന് പുറത്ത് പഠിക്കണമെന്നുമാണ് ആഗ്രഹം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ നാട്ടിൽ ചെയ്യാം. ഞാൻ BCom ചെയ്യണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ആൻഡ് എനിക്ക് ACCA ചെയ്യാൻ താല്പര്യമുണ്ട്. എൻ്റെ ഒരു പ്ലാനിങ് കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത് ഓൺലൈനായി ACCA ചെയ്യണമെന്നാണ്. ബട്ട് അത് പോസിബിൾ ആണോ അല്ലയോ? ഐ നോ ഐ ഷുഡ് വർക്ക് ഹാർഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു മാനേജ്, ബട്ട് ഐ മസ്റ്റ് ഡു ഇറ്റ്, റൈറ്റ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ഇറ്റ്? ക്യാൻ ഐ ഡു ഇറ്റ്? ഇസ് ഇറ്റ് പോസിബിൾ? സ്റ്റഡീസ് മാനേജബിൾ ആണോ? ഐ ഡോണ്ട് ഹാവ് anybody other than you to ask all this stuff. ചേച്ചി പ്ലീസ് ഹെൽപ്പ് മീ. ഓക്കെ, വെൻ ഐ റെഡ് ദിസ് കമൻറ്റ്, ഞാൻ എൻ്റെ ആ +2 കാലഘട്ടത്തിലേക്കാണ് പോയത് കേട്ടോ. കാരണം എനിക്കും ഇങ്ങനത്തെ ഒരു പ്ലാനാണ് ഉണ്ടായിരുന്നത്. ബട്ട് ദർ വാസ് നോ വൺ ടു ഗൈഡ് മീ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തീരെ അറിയണ്ടായിരുന്നത്. ACCA എന്തായാലും എനിക്ക് ചെയ്യണം, ബട്ട് കോളേജും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ബട്ട് എന്താണ്, ഒക്കെ മാറി മറിഞ്ഞ് ഞാൻ അവസാനം ഓൺലൈനിൽ ഇരിക്കുന്നു. കോളേജും ഇല്ല, ഒന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചത് അതായിരുന്നു, ബട്ട് എനിക്ക് കിട്ടിയത് ഇതാണ്. ഐ എം നോട്ട് സാഡ് അബൌട്ട് ദാറ്റ്. ഐ അക്സെപ്റ്റഡ് ഇറ്റ്. ആൻഡ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ പറയുന്നു എന്ന് മാത്രം. ഓക്കെ. ആൻഡ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇങ്ങനെ ACCA കഴിഞ്ഞാൽ പുറത്ത് പോയ ഒരുപാട് സാലറി തരും, സാലറി പാക്കേജസ് ഇങ്ങനെ വളരെ ഹൈപ്പായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് കേട്ടു ഞാൻ. സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും ആരും ഇതിലേക്ക് വരാതിരിക്കുക. പിന്നെ റീസെൻ്റായിട്ട് ശ്രീവിദ്യ മാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അബൌട്ട് സ്കിൽസ്. അതായത് ഏത് ഫീൽഡാണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണം എന്നുള്ള സ്കിൽസിനെ പറ്റിയിട്ടൊരു വീഡിയോ മാം ചെയ്തിട്ടുണ്ട്. ഐ വിൽ പുട്ട് ദാറ്റ് ഇൻ ഐ ബട്ടൺ. നിങ്ങൾക്കിപ്പോൾ ഐ ബട്ടൺ മിസ്സായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് ക്ലിക്ക് ഓൺ മൈ ഡിസ്ക്രിപ്ഷൻ. അവിടെ അത് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ശരിക്കും പറയാൻ വന്നത് എങ്ങനെയാണ് കോളേജും ACCA മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് കോളേജ് ലൈഫ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഗോ ജോയിൻ എ കോളേജ്. അലോട്ട്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ ഡയറക്റ്റായിട്ട് എടുക്കാൻ തോന്നും. അങ്ങനെ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ, അതൊക്കെ മീറ്റ് ചെയ്തിട്ട് യു ക്യാൻ ജോയിൻ എ കോളേജ്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. പിന്നെ വൺസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് കോളേജ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഇനി എങ്ങനെ പോയാലാണ് ശരിയാവുക എന്നുള്ളത് ഒരു ഡിഗ്രി എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനീഷ്യലി ഇപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നിനും നിൽക്കണ്ട. ജസ്റ്റ് കോളേജ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ എ കോളേജ്. നമുക്ക് ഒരുപാട് കണക്ഷൻസ് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും കോളേജിലാകുമ്പോൾ. അപ്പം പിന്നെ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കുക, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ഇനി ഭാവിയിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു കണക്ഷൻ വെക്കുക. കരിയർ ഗൈഡൻസ് ആയിട്ട് ഒരുപാട് ഹെൽപ്പ് അവർ ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചോദിച്ചത് എന്താണ്, മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ്. അതിപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചാൽ ആ സംഭവം പറഞ്ഞു തരാൻ പറ്റില്ല. ബിക്കോസ് ഓരോ കോളേജസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ് ക്ലാസ്സസ് എടുക്കുക. അതായത് ചിലവർക്ക് ഉച്ചവരെയൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ചില കോളേജസ് അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ചില കോളേജസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെം നല്ല രീതിയിൽ എടുത്തു പോകും, പിന്നെ സെക്കൻഡ് സെം അടുത്ത സെമ്മൊക്കെ ആകുമ്പോൾ മെല്ലെ മെല്ലെ ഡിലേ ആക്കി പോകും. അപ്പോൾ ഒക്കെ നമുക്ക് ഒരുപാട് സമയം വെറുതെ കിട്ടും. ആ ഒരു സമയമൊക്കെ എങ്ങനെയാണ് യൂസ് ആക്കുക എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് എത്രയാണ്, ഇങ്ങനെയാണ് ഒരുപാട് പഠിക്കാനുണ്ടോ, ഒരുപാട് അസൈൻമെൻറ്റ്സ് ഉണ്ടോ, ഇങ്ങനെ ടൈമാണോ, അതോ എന്താ പറയുക ഫ്രീ ആണ്, ഒരുപാട് ടൈം ഫ്രീ ആയി കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഓരോ കോഴ്സസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അങ്ങനെ സമയമൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ACCA തുടങ്ങാം. ACCA എങ്ങനെ തുടങ്ങേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ പോയിട്ട് ACCA രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ACCAക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്തിട്ട് പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടോ ചോദിക്കാം. എന്നിട്ട് അത് ബൈ ചെയ്യാം. അതൊരു അറൗണ്ട് 10K ഉള്ളിലൊക്കെ കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഫോർ നോളേജ് പേപ്പേഴ്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ക്ലാസ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്താ ബുക്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല റെക്കോർഡഡ് ക്ലാസ്സസിന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് പക്ഷേ ടൈം മാനേജ്മെൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ടൈം മാനേജ്മെൻറ്റ് ACCA റെഗുലർ ചെയ്യുന്നവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്കില്ല് തന്നെയാണ് ടൈം മാനേജ്മെൻറ്റ്. അതായത് ഇനഫ് ടൈം
കിട്ടാത്തതുകൊണ്ട് തന്നെ. അത് ഇനഫ് ടൈം കിട്ടാത്തതുകൊണ്ടല്ല, ഒന്നില്ലെങ്കിൽ അത് കിട്ടിയ ടൈം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് മാത്രമായിരിക്കും ഒരുപാട് കുട്ടികൾ പിന്നിലാവുന്നത്. സോ ബി അവെയർ ഓഫ് ദാറ്റ്. ടൈം മാനേജ്മെന്റ് എങ്ങനെയെങ്കിലും മാസ്റ്റർ ചെയ്യാൻ നോക്കുക. പിന്നെ വേറൊരു സംഭവം വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണ് കേട്ടോ. സബ്സ്ക്രിപ്ഷൻ നമ്മൾ അടയ്ക്കണം. ACCA രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്നതോടെ നമ്മൾ ഇയർലി സബ്സ്ക്രിപ്ഷൻ അടയ്ക്കേണ്ടതായിട്ട് വരും. സ്റ്റുഡൻസിന് അറൗണ്ട് 15K ആണ് വരുന്നത്. അഫിലിയേറ്റ് ആയി കഴിഞ്ഞാൽ വേറെ എമൗണ്ടും, മെമ്പർ ആയി കഴിഞ്ഞാൽ വേറെ എമൗണ്ടുമാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ACC രജിസ്റ്റർ ചെയ്തു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. ഒരു വർഷം നിങ്ങൾ എക്സാം ഒന്നും ക്ലിയർ ആക്കിയിട്ടില്ല, ബട്ട് സ്റ്റിൽ യു ഷുഡ് ഹാവ് പേ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അതൊരു നഷ്ടം അല്ലേ? അപ്പോൾ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക കേട്ടോ. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ AI ഈസ് അഡ്വാൻസിങ് സോ ഫാസ്റ്റ്ലി. അപ്പോൾ അതിലും കൂടി ഒന്ന് ശ്രദ്ധ വഹിക്കേണ്ടതായിട്ടുണ്ട്. ഓൺലി ഫിനാൻസ് കരിയർ മാത്രം അല്ല, അതിൻ്റെ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ടെക്നോളജി കൂടെ ആവശ്യമുണ്ട്. സോ ടെക്നോളജി റിലേറ്റഡ് കരിയർ ഓപ്ഷൻസ് ആണ് ഡാറ്റ സയൻസ്, ഡാറ്റ അനാലിസിസ്, ബിസിനസ് അനാലിസിസ്, പിന്നെ ബ്ലോക്ക് ചെയിൻ മാനേജ്മെൻറ്റ്, പിന്നെ അങ്ങനത്തെ ഒരുപാട് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അത് വൺസ് യു ഗെറ്റ് ഇൻ ടു കോളേജ് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ BCom സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോഴും അങ്ങനത്തെ ഒരു സ്പെഷ്യലൈസേഷനും കൂടി എടുക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ല യൂസ്ഫുൾ ആവും. ടെക്നോളജി നിങ്ങൾ പഠിക്കുന്നതിലുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. പിന്നെ ഒരുപാട് കുട്ടികൾ, അതായത് വേറെ സ്റ്റുഡൻസ് ഇങ്ങനെ ഡൗട്ട് ചോദിച്ച് വരുമ്പോൾ ACCA പഠിക്കുന്നവർ കമൻറ്റ് ഇടുന്നുണ്ട്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ചിലപ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. സോ അതിലൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ഗൈസ്. എനിക്ക് ആരാന്ന് പോലും അറിയില്ല. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യു. ആൻഡ് പിന്നെ പറയുകയാണെങ്കിൽ ഇനി വരുന്ന കുറച്ച് കമൻസും കൂടി ഉണ്ട്. അത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എല്ലാത്തിനും ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട് ഇൻ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ദി എൻഡ്. ബൈ.